ഹലോ നമസ്കാരം എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് വേറെ ഒന്നല്ല, നെല്ലിക്ക ചമ്മന്തിയുടെ റെസിപ്പിയാണ്. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സ്വാദുള്ളൊരു ചമ്മന്തിയാണ്. ഇത് തേങ്ങ വെച്ചരച്ച നെല്ലിക്ക ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അല്ലാതെ തേങ്ങ ഇല്ലാതെ നമുക്ക് മുളക് ചാലിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇതാണ് കുറച്ചും കൂടി രുചി. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പോളം നല്ല ചിരണ്ടിയ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കാം. പിന്നെ ഒരു 2 കുഞ്ഞുള്ളിയും ഒരു 1/2 ഇഞ്ച് കനത്തിൽ 1 ഇഞ്ചി ചീകി എടുത്തത്, തൊലി കളഞ്ഞ് ചീകി എടുത്തതും വേണം. പിന്നെ ഒരു 4-5 പച്ചമുളക്, പിന്നെ നെല്ലിക്ക വേണം. നല്ല വിളഞ്ഞ നെല്ലിക്ക എടുക്കുക, അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ തൈരും കൂടി എടുക്കാം. പിന്നെ പച്ചമുളക് നമ്മളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നെല്ലിക്ക ഞാനിങ്ങനെ ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് നമുക്ക് ഇതിൽ അരഞ്ഞു കിട്ടാനായിട്ട് കുരുവെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ചീകി എടുത്തേക്കാണ്. അതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങ ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചേർത്തിട്ട് ഒരുപാട് നമ്മൾ അരച്ചെടുക്കരുത്. അപ്പോൾ ഇത് ചതഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആദ്യമേ ഇതിട്ടൊന്ന് നല്ലപോലെ ചതച്ചെടുത്ത ശേഷം തേങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതാണ് എപ്പോഴും നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ചതച്ചെടുക്കുക. എപ്പോഴും നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ അത് അരച്ചെടുക്കുന്ന വഴിക്ക് തന്നെ ഉപ്പ് ചേർക്കണതാണ് നല്ലത്. അപ്പോൾ നല്ലപോലെ അതിലേക്ക് ഉപ്പ് പിടിക്കും. ഇത് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകുന്ന ആ ഒരു പരുവൊന്നും ആവണ്ട, നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. നെല്ലിക്കയും പച്ചമുളകൊക്കെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ചതഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ആദ്യം കിട്ടുന്നത് ചതയ്ക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. തേങ്ങ ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കുറവാണ്, അതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മൊത്തം തേങ്ങയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ തൈര് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം അരച്ചെടുത്ത ശേഷം തൈര് ചേർത്താൽ മതി. പിന്നെ ഞാനിത് അരച്ചെടുക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത്, ചമ്മന്തി ശരിയായി കിട്ടത്തില്ല. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി നല്ലപോലെ ആ തേങ്ങ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുകയാണ്. എപ്പോഴും നമ്മൾ തേങ്ങ ഒരുപാട് അരയുന്നതിനേലും ചമ്മന്തികൾക്കൊക്കെ രുചി ഒന്ന് ചതച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലെടുക്കുന്നതാണ്. പിന്നെ ഈ പച്ചമുളകിന് പകരം കാന്താരി മുളക് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല രുചിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ചമ്മന്തി ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഈ മിക്സിയിൽ അരയ്ക്കുന്ന ചമ്മന്തികളെക്കാളെല്ലാം എപ്പോഴും കൂടുതൽ രുചി അമ്മിയിൽ അരയ്ക്കുന്ന ചമ്മന്തിക്ക് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് അമ്മിക്കല്ലൊന്നും ഇല്ല, അല്ലെങ്കിൽ തന്നെ അരയ്ക്കാനും നേരമില്ല. അപ്പോൾ മിക്സി തന്നെയാണ് എല്ലാവരും ഇപ്പോൾ പൊതുവെ അരയ്ക്കുന്നത്. അതിന് ഇത് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കും. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ തൈര് ചേർത്തേക്കണത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. അല്ലെങ്കിൽ 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്താൽ കുറച്ചും കൂടി നല്ല രുചിയാണ്. പക്ഷേ തൈര് ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തൈര് സ്കിപ്പ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ചേർക്കാം, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നെല്ലിക്കയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ അത് മാക്സിമം അതിൻ്റെ ആ ഒരു റോ ആയ ഫോമിൽ തന്നെ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ അത് വളരെ ബെനിഫിറ്റ്സ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഇങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മൾ ഈ കറി വെച്ചും വൈനൊക്കെ ഇട്ട് കഴിക്കുന്നതിനേലും ഒക്കെ നല്ലതാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ കൂടി അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന മാതിരിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെയൊക്കെ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു.